എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 4 of Swords energy connections, 2 of Swords, okay, Hierophant, Knight of Wands, Ace of Wands and 9 of Swords. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 4 of Swords and Ace of Wands energy connections ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അമിതമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ, അതായത് ജോലി സംബന്ധമായിട്ട് ഒത്തിരി അധികം പണിയെടുക്കുന്നു, സമയമൊന്നും നോക്കാതെ പണിയെടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ് പണിയെടുക്കുന്നത് നിങ്ങൾക്ക് റെസ്റ്റില്ലാതെ പണിയെടുക്കുന്നത് മൂലം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ജോലി എന്ന് പറയുമ്പോൾ ജോലിയുടെ സ്ട്രെസ് ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വയ്ക്കുന്നവരാണ്. ഇപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ചില ജോലികളിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജോലിയിലെ സ്ട്രെസ് മാറ്റാനായിട്ട്, അതായത് അത് കുറയ്ക്കാനും വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. അത് സ്ട്രെസ് ഉള്ള ജോലിയായിരിക്കും. അപ്പോൾ കുറഞ്ഞ പക്ഷം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പൂർണ്ണമായിട്ടും അത് മനസ്സിൽ നിന്ന് മാറ്റി വീട്ടിലുള്ളവരുടെ കൂടെ സമയം ചിലവഴിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഹോബി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു, എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പക്ഷേ ഒരു അരമണിക്കൂറെങ്കിലും ചിലവഴിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കുക. വൈകുന്നേരം വന്നതിന് ശേഷം ചായ കുടിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തോടൊപ്പം ഇരിക്കുക, സംസാരിക്കുക. വിവാഹിതരാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ, മക്കളുള്ളവരാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ അച്ഛനമ്മമാരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ആദ്യം ഒന്ന് സംസാരിച്ച് ആ ഒരു വീട്ടിലത്തെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരിക, പ്രൊഫഷണൽ ലൈഫിൽ നിന്ന്. അതിനുശേഷം കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലവഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് ജോലിയുള്ളവരാണ്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ സ്ത്രീകളായിട്ടുള്ളവരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും നോക്കണം, കുക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നവർക്ക് ഇതിനൊക്കെ ഒന്നും സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അത് തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് മൂലം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതായത് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളായിട്ട് വന്ന് നിങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളൊരു കാര്യം. അതുമായിട്ട് അതായത് ആരോഗ്യപരമായിട്ടിപ്പോൾ അത് ചില ആളുകൾക്ക് ശാരീരികമായിട്ട്, ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള സംഘർഷം, മാനസികം പതുക്കെ അതൊരു ശാരീരിക പ്രശ്നമായിട്ട് മാറിയേക്കാം. അതായത് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷങ്ങളും നിങ്ങളുടെ ഉള്ളിൽ, പിന്നെ അത് ഫിസിക്കൽ, അതായത് പെട്ടെന്ന് അസുഖങ്ങൾ വരും, ഇമ്മ്യൂണിറ്റി കുറയുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. പൊതുവേ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാനും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ 2 of Swords and Knight of Wands എനർജി കണക്ഷൻസ് ആണ്. ഈ സമയം എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല എങ്കിലും ജോലി അമിതമായിട്ട് വർക്കുള്ള സമയമായിരിക്കും, ബിസി ആയിരിക്കും ജോലിയിൽ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ഒരു ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിൽ കൂടി, ഇപ്പോൾ വീട്ടിലെ ജോലി മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ, പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നില്ല, വീട്ടമ്മമാർ അതുപോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കായിട്ട് സമയം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ പ്രത്യേകം നിങ്ങൾക്കായിട്ട് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവർ, റിട്ടയർ ആയിട്ടുള്ളവരോ ഒക്കെ, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഇതുപോലെ കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുകയും അതായത് മറ്റുള്ള ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസിയിലുള്ള ആളുകളോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, അല്ലാതെ എല്ലാവരോടും പോയി സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വ്യക്തികളോട് പ്രത്യേകം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് എത്ര അടുപ്പമുള്ള ആളാണ്, രക്തബന്ധമുള്ളവരാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത്. ഏതിനും കുറ്റപ്പെടുത്തുന്ന ചില ബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ പറയുന്നത് കേൾക്കുക, നിങ്ങളെ മനസ്സിലാക്കുന്നവരോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്.
പൊതുവെ പെട്ടെന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കറക്കി കുത്തി അല്ലെങ്കിൽ പഠിക്കാതെ പോയി പരീക്ഷ എഴുതി പാസ്സാവുന്ന രീതികൾ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മാസം എന്തായാലും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന IELTS, TOEFL, OET, മറ്റെന്തെങ്കിലും തരത്തിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ്, എൻട്രൻസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ നന്നായിട്ട് തീർച്ചയായിട്ടും വർക്ക് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതിന് നല്ലൊരു ഫലം ലഭിക്കുന്നത്. വർക്ക് ചെയ്യാതെ ഒരു ഫലം ലഭിക്കുന്ന സമയമല്ല. പിന്നെ അതിലും എടുത്തു പറയാനുള്ളൊരു കാര്യം, ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും അധ്വാനിക്കേണ്ടതുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് കഠിനമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കഠിനാധ്വാനം ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെയാണ് ആ ഒരു അതിർവരമ്പ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓക്കെ. 2 of Swords and 9 of Wands എനർജി കണക്ഷൻസ് ആണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഭാവി എന്ന് പറയുന്നത് ഭാവിയിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോൾ വർത്തമാനത്തിൽ ജീവിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക. അല്ലെങ്കിൽ നാളെ എന്താവും, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാനോ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കാനോ ശ്രമിക്കാതെ ഇപ്പോൾ പ്രസൻറ്റിൽ എന്താണോ അതിൽ ജീവിക്കുക. ചില ആളുകൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ആഗ്രഹങ്ങൾ സാധ്യമാകാനും ഗോൾസിന് വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങളായിരിക്കും. പക്ഷേ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകാം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയല്ല വേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശ്രമം വളരെ നല്ലതാണ്. ഈ പരിശ്രമിച്ചാൽ അതിനുള്ള ഫലം കിട്ടുകയും ചെയ്യും. പക്ഷേ അതെന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ മനസ്സൊന്ന് ഒഴിവാക്കാം. പിന്നെ ഇവിടെ എടുത്ത് പറയാൻ ചില ആളുകളെ സംബന്ധിച്ചും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാവാൻ വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും പലതും. ഇപ്പോൾ വിസ, റെസിഡൻസ് പെർമിറ്റ്, ഗ്രീൻ കാർഡ്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ. അതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ടെൻഷൻ ഇവിടെ കാണിക്കുന്നു. അതൊക്കെ മനസ്സിൽ നിന്ന് കളയാം. അങ്ങനത്തെ അനാവശ്യ ടെൻഷൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളയാം. ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ലോൺ ലഭിക്കാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. ഒന്ന് ആക്റ്റീവായിട്ടിരുന്നാൽ വളരെ നന്നായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജോലിയുടെ കാര്യത്തിലായിരിക്കും ചില ആളുകൾക്ക് ടെൻഷൻ. കാരണം ജോലിയിൽ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് നിങ്ങൾ മാറാൻ കുറച്ചധികം നാളായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പല പല സാഹചര്യങ്ങളുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കാണിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ നെഗറ്റിവിറ്റീസ് എന്നൊക്കെ മനസ്സ് ഒഴിവാക്കുക. വരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഫലം അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതിരിക്കുക. ഹയർഫൻ്റ് എനർജി ആൻഡ് ഏസ് ഓഫ് വണ്ട്സ് എനർജി കണക്ഷൻസ് ആണ്. പൊതുവിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം, പ്രത്യേകിച്ച് ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിൽ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതൊക്കെ പാലിച്ച് പോരുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങൾ നിലനിർത്തി, അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലിവിങ് ടുഗെദർ അതുപോലത്തെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പാരൻസും പ്രണയവും അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരുടെ സാഹചര്യങ്ങൾ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചില ആളുകൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവരത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരിലും അല്ലാതെ ചുരുക്കം ചില ആളുകളാണ്. അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ഇടയിൽ തർക്കം, അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയായിരിക്കും ഇഷ്ടം, മറ്റേ ആൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ ജാതകം നോക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആചാരങ്ങളും മാമൂലുകളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തർക്കങ്ങൾ ഇവിടെ ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം. ഇപ്പോൾ കുടുംബക്ഷേത്രവും അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എടുത്ത് പറയാനുള്ളത് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അതൊരു ആചാരം അനുഷ്ഠാനം എന്നുള്ള രീതിയിൽ വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു നഷ്ടങ്ങളൊന്നും വരാനില്ല, അതിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്
അതൊരു ഒരു ചടങ്ങായിട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.